നമുക്കിന്ന് ചെറി ജാം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ ചെറി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടുവെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഉപ്പുവെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ചെറി കിടക്കണം. അതിനുശേഷം നമുക്ക് ചെറി ഓരോന്നെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ തണ്ട് പറിച്ച് മാറ്റണം. അതേപോലെ തന്നെ കേടായ ചെറികൾ നമ്മൾ മാറ്റണം. നല്ലത് മാത്രം എടുക്കണം. വൃത്തിയാക്കി എടുത്ത ചെറി നമ്മളൊരു അരിപ്പയിലേക്ക് വയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നാണല്ലോ ഇപ്പോൾ എടുത്തേക്കുന്നത്, അതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കിട്ടണം. അതിനായി നമ്മൾ അരമണിക്കൂറോളം അരിപ്പയിൽ തന്നെ വയ്ക്കുക. ചെറി മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് എടുത്ത് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമുക്കൊരരിപ്പ കൊണ്ട് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അരിപ്പ വെച്ച് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മാറ്റുക. നമ്മൾ അത്രയും അരച്ചെടുത്തപ്പോൾ ലാസ്റ്റ് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഒന്നും കൂടെ അരിച്ച് പാനിലേക്ക് ഒഴിക്കുന്നു. തീ കത്തിച്ച് ജ്യൂസ് ഒന്ന് നല്ലപോലെ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുന്നതിന് മുമ്പ് നല്ലപോലെ ചൂടായി കിട്ടിയാൽ മതി. നല്ലപോലെ ചൂടായി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം. ചെറിക്ക് നല്ല പുളി ഉണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തോനെ പഞ്ചസാരയുടെ ആവശ്യം ഉണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മധുരത്തിന് കുറവുണ്ടോ എന്താണെന്ന്. പുളി ഉണ്ടായത് കൊണ്ട് എനിക്ക് രണ്ടാമതും പഞ്ചസാര ഇടേണ്ടി വന്നു. നല്ലപോലെ ജ്യൂസ് തിളച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് കുറേ നേരം കഴിയുമ്പോൾ അത് പിന്നെ ജ്യൂസ് കട്ടിയായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലപോലെ ജ്യൂസ് നല്ലപോലെ കുറുകി ജാമിൻ്റെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലപോലെ പാകമായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുന്നു. തീ ഓഫ് ചെയ്തിട്ട് പാൻ നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ചേർക്കേണ്ടതുണ്ട്. അതിനായി ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിൻ്റെ അതായത് 1/4 ഭാഗമാണ് നീരാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ പീസ് നാരങ്ങ നമ്മൾ ആ ജാമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ലപോലെ ജാം ഇളക്കി വയ്ക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നാരങ്ങ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ അത് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അവസാനം ജാം ആറിയപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ജാം ലഭിച്ചത്. ഞാനത്
ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നു. നല്ല രീതിയിൽ തന്നെ ജാം തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ജാമൊക്കെ. നമ്മൾ വീട്ടിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ജാം തയ്യാറാക്കി കൊടുക്കാം. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.